ഹലോ കൂട്ടുകാരെ, ഇതിലിപ്പോൾ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാപ്പിയുടെ കുട്ടികളും കൂടെ അതേപോലെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഒരുത്തനെ കാണുന്നില്ല. ഇതാണ്ടേ അവൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതുങ്ങൾ ഫുഡ് കുറച്ചെന്താ ബാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരാൾ മേലൊക്കെ നക്കി തുടക്കി വന്നു കുളിക്കുവാണ്. എന്താ അവൻ കിടക്കാറായി. അവന് പിന്നെ ശല്യമൊന്നും ചെയ്തില്ല. പക്ഷേ ഇത് കണ്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം ഇത്രയും പേര് ഇവിടെ പാൽ കുടിച്ചുള്ള ബാക്കിയുണ്ടാവും. ഇത്ര കുഞ്ഞു പിള്ളേർ നോക്ക് കുടിക്കുന്നത് വയ്ക്കും. തല കുത്തി മറിഞ്ഞൊക്കെ കുടിക്കുന്നു. നോക്ക് വിഡിയാണേ. കുഞ്ഞാപ്പി അവിടെ പോയി കിടക്കുന്നു. എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവനെ നോക്കട്ടെ. കണ്ടോ, അവളെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. കണ്ടോ, പാല് കൊടുക്കും കുഞ്ഞാപ്പി. എല്ലാ കുഞ്ഞിനെ ദൈവമേ, ഇതെന്ത് ചെയ്യും നോക്ക് നിങ്ങൾ എല്ലാവരും. കണ്ടോ, ഇത്രയും പിള്ളേരാണ്ട. അവൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ, റെസ്പോൺസിബിലിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നു പണ്ടൊരു കമൻറ്റ് വന്നായിരുന്നു, അവൾക്ക് പാലില്ലായിരിക്കും അതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് ഡൗട്ട് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അവളിതാ ഇവിടെ വന്ന് മാറിയിരിക്കുമോ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. പാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പാലൊക്കെ ഇല്ലായിരിക്കും കേട്ടോ, തീർന്നു കാണും. അതാണ്. അല്ലെ പിന്നെ ഇത്രയും പിള്ളേർ നോക്ക്. പാവം കേട്ടോ കുഞ്ഞി. എടാ നോക്ക്, അവൾ ഇരുന്ന് കൊടുത്തേക്കണേ. 5 കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. കണ്ടോ, ഒറ്റ തലകുത്തി മറിഞ്ഞാൽ കുടിക്കുന്നേന്നുള്ളൂ ആ സൈഡിൽ നിന്ന്. ബാക്കിയല്ല ഇവിടെ. കേട്ടോ, 1 2 3 4 5 6 മാത്രം. അതിന് മാത്രം ശല്യമൊന്നുമില്ല. കുഞ്ഞി എടിന് വയ്യാതാവൂടാ. 5 പേർക്കൊക്കെ നീ പാൽ കൊടുക്കാനുള്ളതില്ല. അവൾ കുഞ്ഞിതാണേ. കണ്ടോ കുഞ്ഞാപ്പി, ഇതെന്താണിത്? നിൻ്റെ മക്കൾക്ക് നിനക്ക് നീയല്ല പാൽ കൊടുക്കണ്ടേ? നിനക്ക് പാലില്ലേ കുഞ്ഞാപ്പി? ഇടയ്ക്കൊക്കെ കൊടുക്കണം കാണാറുണ്ട്. എന്താണെന്നറിയില്ല. ഇവിടെ ഒരു മൈൻഡും ഇല്ല. അതേ ഇവിടെ വന്നിരിക്കണം കള്ളി. ചിലപ്പോൾ ഒക്കെ പാലില്ലാഞ്ഞിട്ടായിരിക്കും. പാവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാണ്ടേ ഇതിലൊന്നും പെടാത്തവൾ. അവൾക്ക് പാലും വേണ്ട, ഒന്നും വേണ്ട. അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്ന് അവളുടെ കാര്യം നോക്കി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്.